ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കി ഇടുക. സാൽക്കോൺ എന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണിത്. സ്പെഷ്യലി നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉള്ളൊരു മൊഡ്യൂളാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് വളരെ കുറവാണ്, ചെറിയൊരു ബോർഡാണ്. കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്. ആകെ 2 കണക്ഷനേ വരുന്നുള്ളൂ. ഒന്ന് ഇതിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ്, അതിന് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യണം. അതിനാണ് ഈ ഒരു കണക്ടർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഈ കാണുന്ന 2 വയർ സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിലൊരു സിംഗിൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു മോണോ ഔട്ട്പുട്ടാണ് വരുന്നത്. അതായത് ഒരു സ്പീക്കർ മാത്രമേ നമുക്കിതിൽ ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 3 to 5 വോൾട്ട് വരെ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കാവുന്നതാണ്. 5 വോൾട്ടിൽ കൂടുതൽ കൊടുത്താൽ മൊഡ്യൂൾ ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മുടെ പഴയ മൊബൈൽ ബാറ്ററി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ടോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററീസൊക്കെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിലും ഈ ഒരു ബോർഡിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് ഏകദേശം 3 to 5 വാട്ട്സ് ആണ്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം 5 വാട്ട്സ് പവർ റേറ്റിംഗ് ഉള്ള 4 ഇഞ്ച് സ്പീക്കേഴ്സ് ലോഡ് ചെയ്യാനാണ്. നല്ലൊരു ഓഡിയോ ക്ലാരിറ്റിയും അതുപോലെ ലൗഡ്നെസ്സും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ബോർഡ് ആണെങ്കിൽ കൂടി തന്നെ ഇഷ്ടംപോലെ കണക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻപുട്ട്സ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു USB ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ TF കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഇൻപുട്ട് ഇതിൽ വരുന്നുണ്ട്. ദെൻ ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻപുട്ടായിട്ട് ഇതിൽ FM ബ്ലൂടൂത്തും അവൈലബിൾ ആണ്. ഇതാണ് ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ആൻറ്റിനയൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ FM ആൻറ്റിന കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു പോയിൻ്റ് അതും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വയർ ഇവിടുന്ന് സോൾഡർ ചെയ്തെടുത്താൽ മതി. ദെൻ ഇത് നമ്മുടെ മൊഡ്യൂൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ചാണ്. ഇതൊരു ചാർജിങ് പോർട്ടാണ്. നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുന്ന ബാറ്ററി നമ്മുടെ സാധാരണ മൊബൈൽ ചാർജറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ കാണുന്ന ഈ ഒരു സ്വിച്ച്, ഇതിലാണ് ബാക്കി എല്ലാ ഫങ്ഷൻസും വരുന്നത്. ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നതും അതുപോലെ സോങ്സ് പ്ലേ ചെയ്യുന്നതും പോസ് ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ. അതെങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പം കാണാം. പിന്നെ ഇതിൽ 2 LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിലൊരെണ്ണം മൊഡ്യൂൾ ഓൺ ആയതിൻ്റെയാണ്. മറ്റൊരെണ്ണം നമ്മുടെ ബാറ്ററി ചാർജിങ് അതുപോലെ അതിൻ്റെ ചാർജ് കംപ്ലീറ്റ് ആയി എന്നുള്ളതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബോർഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ബോർഡിലേക്കുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആകെ 2 കണക്ഷനേ വരുന്നുള്ളൂ. ഒന്ന് സ്പീക്കർ ഔട്ട്പുട്ടും പിന്നെ ഇതിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിന് നമ്മളിപ്പോൾ ബാറ്ററി കൊടുത്തിട്ടില്ല, പകരം ഡയറക്റ്റായിട്ട് ഒരു മൊബൈൽ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു ചാർജറാണ്. ഈ കാണുന്ന ഒരു ഇൻഡിക്കേഷൻ അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷനാണ്. നമ്മളിപ്പോൾ ഒരു ബാറ്ററി ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി ചാർജ് ആയി കഴിയുമ്പം ഈ ഒരു റെഡ് LED മാറിയിട്ട് അത് ബ്ലൂ കളറ് ലൈറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് സ്പീക്കർ ഔട്ട്പുട്ട്. ഇതിപ്പം കൊടുത്തിരിക്കുന്നത് ഒരു റേഡിയോയുടെ സ്പീക്കറിലേക്കാണ്. ഏകദേശം 4 ഇഞ്ച് സൈസിൽ 6 വാട്ട്സോ 7 വാട്ട്സോ മറ്റാണ് ഇതിൻ്റെ പവർ റേറ്റിംഗ് വരുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 4 ഇഞ്ച് സൈസിൽ 5 വാട്ട്സ് റേറ്റിംഗ് ഉള്ള സ്പീക്കർ തന്നെ കൊടുക്കുക.
അത് വെച്ചിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കുക. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്. അപ്പം ഓഫാണ്, നമുക്കിത് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ബ്ലൂടൂത്ത് മോഡിലേക്കാണിത് ചെല്ലുന്നത്. ഈ കാണുന്നൊരു ബ്ലൂ LED ഇതാണ് നമ്മുടെ മൊഡ്യൂൾ, അല്ലെങ്കിൽ നമ്മുടെ ആംപ്ലിഫയർ ഓണായി എന്ന ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. സോങ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഓരോ കമാൻഡുകൾ നമുക്കിങ്ങനെ കേൾക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമുക്ക് വേറെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. കമാൻഡ് കേട്ടിട്ട് ഏത് മോഡാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു സ്വിച്ചിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നതും അതുപോലെ പോസ് ചെയ്യുന്നതും പ്ലേ ചെയ്യുന്നതും എല്ലാം ഈ ഒരു സ്വിച്ച് വഴിയാണ്. ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ സോങ് പോസ് ചെയ്യാൻ വേണ്ടി നേരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ നേരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സോങ് പ്ലേ ചെയ്യുന്നതും പോസ് ചെയ്യുന്നതും. ഇനി വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. വോളിയം കൂട്ടാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. വോളിയം കുറയ്ക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. ഇനിയിപ്പം സോങ് നെക്സ്റ്റ് സോങ് അതുപോലെ പ്രീവിയസ് സോങ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നോക്കാം. റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നെക്സ്റ്റ് സോങ് ആവും. ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പ്രീവിയസ് സോങ് ആവും. ഓക്കെ, സോങ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സോങ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്വിച്ച് നേരെ പ്രസ് ചെയ്തിട്ടൊന്ന് ഹോൾഡ് ചെയ്യണം. FM mode, AUX mode, Bluetooth mode, paired. ഓക്കെ, അപ്പം ഈ ഒരു രീതിക്ക് നമുക്കിതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. വളരെ ഈസിയാണ് ഇതിൻ്റെ കണക്ഷനും ബാക്കി ഫങ്ഷൻസും എല്ലാം. അപ്പം നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് തന്നെ വാങ്ങാം. കാരണം നമ്മൾ സെപ്പറേറ്റ് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളും പിന്നെ അതിൻ്റെ കൂടെ 5 വോൾട്ടിൻ്റെ ഒരു ആംപ്ലിഫയർ ബോർഡും പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു മൊഡ്യൂളും ഒക്കെ വാങ്ങുന്നതിന് പകരം ഈ ഒരു ഒറ്റ ബോർഡ് വാങ്ങിയാൽ മതി. പ്രൈസും
വളരെ കുറവാണ്. 200 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം 180 രൂപ ഒരു റേഞ്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ഒരു ബോർഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.